ഇന്ന് നമുക്ക് കടലിനടിയിലെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി കേട്ടാലോ? ഐ ആം ഷെഫീഖ്. 100 ഡേയ്സ് ഓഫ് 100 സ്റ്റോറീസ് സീരീസ് ഡേ 6. ഒരിക്കൽ കടലിനടിയിൽ നിന്ന് ഒരു കുഞ്ഞു മീൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, എന്താണ് വെള്ളം? അപ്പോൾ അമ്മ പറഞ്ഞു, നമ്മുടെ ചുറ്റും കാണുന്നതാണ് വെള്ളം. നീ വലത്തേക്ക് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും മുന്നോട്ട് നോക്കിയാലും ബേക്കോട്ട് നോക്കിയാലും എവിടേക്ക് നോക്കിയാലും കാണുന്നതാണ് വെള്ളം. പക്ഷെ ഇത് കേട്ടിട്ട് ആ ചെറിയ മീനിന്, കുഞ്ഞു മീനിന് തൻ്റെ സംശയത്തിനുള്ള ഉത്തരം പൂർണ്ണമായി ലഭിച്ചില്ല. അങ്ങനെ ഇതേ ചോദ്യം അച്ഛനോട് ആവർത്തിച്ചു. അച്ഛനും ഇതേ ഉത്തരം പറഞ്ഞു. സംശയം തീരാത്ത ഈ കുഞ്ഞു മീൻ കാണുന്നവരോടെല്ലാവരോടും ചോദിച്ചു, സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചു, എന്താണ് വെള്ളം? പക്ഷേ ആർക്കും ഈ കുഞ്ഞു മീനിന് തൃപ്തികരമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. അഥവാ ഈ കുഞ്ഞു മീനിന് തൃപ്തികരമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ല. അവസാനം ഒരു തിമിംഗലത്തോട് ഇതേ ചോദ്യം കുഞ്ഞുമീൻ ആവർത്തിച്ചു, എന്താണ് വെള്ളം? ഞാൻ ആരോട് ചോദിച്ചിട്ടും എനിക്ക് വേണ്ട രൂപത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ് വെള്ളം എന്നൊന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ ഉത്തരം പറയാതെ ഈ തിമിംഗലം കുഞ്ഞുമീനെയും കൊണ്ട് ഏറ്റവും മുകളിലേക്ക്, കടലിൻ്റെ മുകൾ തട്ടിലേക്ക് പോയി. എന്നിട്ട് തൻ്റെ വാലുകൊണ്ട് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. ഈ അടി കൊണ്ട കുഞ്ഞുമീൻ വെള്ളത്തിൽ നിന്നും വായുവിലേക്ക് തെറിച്ചു. ശ്വാസം കിട്ടാതെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് തള്ളിക്കൊണ്ടുള്ള ഒരവസ്ഥ. അങ്ങനെ ശേഷം വെള്ളത്തിലേക്ക് തന്നെ, വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് തന്നെ ഈ കുഞ്ഞു മീൻ വീണു. എന്നിട്ട് ഈ തിമിംഗലം പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ നീ വീണതാണ് വെള്ളം. പൂർണ്ണമായിട്ടും അപ്പോഴാണ് ഈ കുഞ്ഞു മീന് വെള്ളം എന്താണെന്ന് മനസ്സിലായത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സ്ഥലമാണ്, ഈ ഒരു വസ്തുവാണ് വെള്ളം എന്ന് ആ ഒരു കുഞ്ഞു മീനിന് മനസ്സിലായി. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും, നമുക്ക് വേണ്ട ആളുകളെ നമുക്ക് മനസ്സിലാകുന്നത് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയതിന് ശേഷമായിരിക്കും. അത് ഏതെങ്കിലും മനുഷ്യനാകാം, ഏതെങ്കിലും വസ്തുവാകാം, ഏതെങ്കിലും സ്ഥലമാകാം. നമ്മൾ നിൽക്കുമ്പോഴൊന്നും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നിന്നും അവയൊക്കെ നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ വാല്യൂ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവരെയും, കൂടെയുള്ള സ്ഥലത്തെയും, കൂടെയുള്ള വസ്തുക്കളെയും സ്നേഹിക്കാൻ നമ്മൾ ശ്രമിക്കുക.